താൻ സേവിച്ചു നിൽക്കുന്ന യഹോവയെ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞ ദാവീദ് ആ യഹോവ തൻ്റെ ജീവിതത്തിൽ ആരാണെന്ന് 27-ാം സങ്കീർത്തനത്തിലൂടെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. യഹോവയോടുള്ള തൻ്റെ വ്യക്തിപരമായ ബന്ധത്തെ കാണിക്കുന്ന എന്നോട്, എനിക്ക്, എന്നെ, ഞാൻ എന്നീ സിംഗുലർ ഫ്രേസ് അഥവാ ഏകത്വ വചനം 14 വാക്യങ്ങളിലായി 40 തവണ ഈ സങ്കീർത്തനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദാവീദിന് യഹോവ ആരൊക്കെ ആയിരുന്നു എന്നത് ശ്രദ്ധിക്കുക. യഹോവ എൻ്റെ വെളിച്ചം, എൻ്റെ രക്ഷ, എൻ്റെ ജീവൻ്റെ ബലം, എനിക്ക് തുണ. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, ഞാൻ ആരെ ഭയപ്പെടും, ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ദാവീദ് സേവിച്ചതായ അതേ ദൈവത്തെ തന്നെയാണ് നാം ഓരോരുത്തരും ഇന്ന് സേവിക്കുന്നത്. ദാവീദിൻ്റെ ജീവിതത്തിൽ ഈ ദൈവത്തിന് ഇങ്ങനെയൊക്കെ ആകുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയും ജീവിതത്തിൽ അവൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ പലപ്പോഴും നമ്മിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മാഹാത്മ്യം നാം മനസ്സിലാകാതെ പോകുന്നത് നമ്മുടെ കുറവുകൾ തന്നെയാണ്. ദൈവത്തിൻ്റെ മാഹാത്മ്യം നന്നായി തിരിച്ചറിയുന്നവർക്ക് മാത്രമേ വ്യക്തിപരമായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നന്നായി മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ആശങ്കകൾ, ആകുലതകൾ നിറഞ്ഞ ഒരു ചുറ്റുപാടിലൂടെയാണ് നാം ഏവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധിയുടെ നടുവിലും നിർഭയമായിരിക്കുവാൻ ഒരു ദൈവഭക്തന് മാത്രമേ കഴിയുകയുള്ളൂ. എന്നാൽ ക്രിസ്തുവിശ്വാസികളായ ചിലരെങ്കിലും ധൈര്യം നഷ്ടപ്പെട്ടവരായിട്ട് ഇന്നുണ്ടാകാം. അവരോടായി ദാവീദിന് പറയുവാനുള്ളത് വാക്യം 14, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.